ഇപ്പോൾ കെ.എൽ. മോഹനവർമ്മ അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ്. സാഹിത്യത്തിലെ വാക്കുകളുടെ ശക്തിയുടെയാണ്. വാക്കുകളുടെ ശക്തി ചിലപ്പോൾ നമുക്കറിയാം, ഒരു കഥ എഴുതാനോ ഒരു നോവൽ എഴുതുമ്പോഴോ അല്ലെങ്കിൽ തിരക്കഥ എഴുതുമ്പോഴോ ഒക്കെ തന്നെ ചില ഒറ്റ വാക്കുകൾക്ക് വേണ്ടി പോലും അദ്ദേഹം തിരിഞ്ഞും മറിഞ്ഞും ചെയ്യാറുണ്ട്. അതെനിക്കറിയാം. പലതവണ കണ്ടിന്യൂ ചെയ്ത് ധാരാളം വായിക്കും, ഒരുപാട് നോളജുണ്ട്. പക്ഷേ അതിനെ കൊണ്ടുവന്നിട്ട് ഈ ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയുന്ന പോലെ അങ്ങനെയാണ്. ആൾക്കൂട്ടത്തിൽ തനിയായിരുന്നു എപ്പോഴും. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് വളരെ ശക്തമായിരുന്നു. ഇപ്പോഴ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം അദ്ദേഹം നമ്മളെ വിട്ടുപോയി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് ഞാൻ ഇന്ന് ഇപ്പം അല്പം മുമ്പ് പറയുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോവുകയില്ല, മരിച്ച ആളെ കാണാൻ പോവുകയില്ല. എന്താണെന്ന് വെച്ചാൽ മരിച്ച ആളെ കാണാൻ പോകേണ്ട നമ്മുടെ അവസാനം ഇരിക്കുന്ന ആ കണ്ണുകളായിരിക്കും, മരണത്തിൻ്റെ കണ്ണുകൾ. മരിച്ച എം.ഡിക്ക് മരിക്കാൻ ഒക്കില്ല. എൻ്റെ കാര്യത്തിൽ എം.ഡി എപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. ആ ജീവിച്ചിരിക്കാൻ ഞാൻ അതിനു മുമ്പുള്ള ജീവിച്ചിരിക്കുന്ന എം.ഡി കാണുകയാണ് എനിക്ക് വേണ്ടത്. അവിടെ ഞാൻ ചെന്ന് കുറച്ച് വല്ലതുമൊക്കെ പറഞ്ഞു എന്നൊക്കെ വെച്ചിട്ട് എന്നെയാണ് ആൾക്കാർ വല്ലതും കാണുന്നത്. ഞാൻ ഉള്ളതോ ഇല്ലാത്തോ എന്തെങ്കിലുമൊക്കെ അടിച്ചുവിടാം, അത് വേറെ കാര്യം. അതങ്ങനെയല്ല. ജീവിച്ചിരിക്കുന്ന എം.ഡിയുടെ വാക്കുകൾ എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ അദ്ദേഹം ഒരു കാര്യമുണ്ട്, വളരെ ശക്തമായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ആശയങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മുടെ ഇവിടുത്തെ സാംസ്കാരിക രംഗത്തുള്ള പലതിനും നിശബ്ദത കൊണ്ട് ഉള്ളി റിപ്ലൈ കൊടുക്കും. അത് ഞാൻ വളരെ സുഹൃത്തുക്കൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുന്ന സമയത്ത് പറയും. നമ്മുടെ സാഹിത്യ അക്കാദമിയിൽ ഇരിക്കുമ്പോഴും അല്ലാതുള്ള സമയത്തും ഇവിടെ തന്നെ PTHന്റെ മുകളിലത്തെ അഞ്ചാമത്തെ നിലയിലെ ഒരു മുറിയുണ്ടായിരുന്നു. ഞങ്ങളൊരു എടുക്കാറുണ്ട് ഇവിടെ ചില ഫിലിംസ് ചെയ്യുമ്പോൾ. അപ്പോഴൊക്കെ ഓർമ്മ എല്ലാം വരുന്ന ആളുണ്ട്, ഒന്ന് സൂക്ഷിച്ചോണം, അയാൾ വന്ന് എന്നെക്കൊണ്ട് എന്തെങ്കിലും വാക്ക് പറയിക്കാനാണ് വരുന്നത്. എന്നിട്ട് അത് എൻ്റെ കയ്യിൽ നിന്ന് വാക്ക് വരണം. എന്നിട്ട് അയാൾക്ക് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഗൗരവത്തിരിക്കും, വർമ്മ തട്ടിക്കണമെന്ന് പറയാം. ഞാൻ പറയാം അത് ഏറ്റു. ഇതാണ് അദ്ദേഹം കഴിയുന്നതും വർത്തമാനം പറയാറില്ല. അദ്ദേഹം പറയുന്ന വർത്തമാനങ്ങൾക്കൊക്കെ വാക്കുകൾക്കൊക്കെ വ്യത്യസ്തമായ ഭാഷയിൽ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ്. അതുകൊണ്ട് മലയാള ഭാഷ നിലനിൽക്കുന്ന കാലത്തോളം കഴിഞ്ഞ 70 വർഷമായി അതിൻ്റെ ലീഡർഷിപ്പ് എടുത്ത മറ്റാരേക്കാളും കൂടുതൽ മലയാള ഭാഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആ മഹാൻ നമുക്കെല്ലാവർക്കും കാലാകാലങ്ങളിലും രൂപം മാറിയെന്നിരിക്കാം, കടലാസ് മാറിയെന്നിരിക്കാം, അക്ഷരം മാറിയെന്നിരിക്കാം, എല്ലാം തരാം. പക്ഷേ ഈ ആശയങ്ങൾ തീർച്ചയായിട്ടും എന്നും നിലനിൽക്കും. എം.ഡിക്ക് മരിക്കാനൊക്കില്ല, എം.ഡിയെ നമുക്കും മരിച്ചു എന്ന് കരുതാനൊക്കില്ല, എനിക്ക് ഒട്ടും പറ്റില്ല. അതുകൊണ്ട് വളരെ വളരെ എന്താ പറയണ്ടേ, ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ ആ കണ്ണിൻ്റെ ആ കാഴ്ചകൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് വ്യക്തിപരമായി വലിയ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഇല്ലാത്തപ്പോൾ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ട എഴുത്തുകാരെ ഉണ്ടല്ലോ, ആരും അറിയാതെ അദ്ദേഹം ഇങ്ങനെ നന്നാക്കുന്നുണ്ട്. നമ്മളൊന്നും അറിയാത്ത എഴുത്തുകാർ ഇവിടെ എറണാകുളത്തുണ്ട്. റോഡിൽ ഇത് ചെയ്യുന്ന ആൾക്കാരെ അവരെഴുതുന്നില്ല അവരെക്കുറിച്ച്. പക്ഷെ അങ്ങനെയുള്ളവരിൽ പോലും നല്ല ആൾക്കാരെ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. എന്നോട് ഒരു വർമ്മ നമുക്കൊരു പാവമാണ്. എന്നിട്ട് അത് അങ്ങനെ ഒരു വലിയ ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാശിയും മലയാള ഭാഷ നിലനിൽക്കുന്ന കാലത്തോളം അതിലെ വാക്കുകളുടെ ശക്തി അദ്ദേഹത്തിന് എനിക്കും ഞങ്ങൾക്കെല്ലാവർക്കും തന്നെ കുടുംബത്തിനും എല്ലാം വളരെ വിഷമം പിടിച്ച ഒരു കാര്യമാണ് അതിൻ്റെ ആബ്സെൻസ്. പക്ഷേ യു കാൺ ഹെൽപ്പ് ഇറ്റ്. മരണം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകും. പക്ഷേ എനിക്ക് എന്നും അദ്ദേഹം ജീവിക്കും. നമുക്കും നിങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലത് അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. താങ്ക് യു.